ഹായ് ഓൾ. അപ്പം IOQM 2025 27th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓർഡേർഡ് ട്രിപ്ലറ്റ്സ് A, B, C ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ABC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 which satisfy the relation LCM of AC plus LCM of BC divided by A plus B is equal to 26C divided by 27. Here by LCM x, y we mean the LCM that is least common multiple of x and y. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഓർഡേർഡ് ട്രിപ്ലറ്റ്സ് കണ്ടുപിടിക്കാനാണ്. എ ബി സി എന്നുള്ള ഈ ഒരു ഓർഡേർഡ് ട്രിപ്ലറ്റ്സിൻ്റെ എത്ര എണ്ണം പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കാനാണ്. ഹിയർ ABC എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ABC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ABC എന്ന് പറഞ്ഞാൽ 3 നമ്പറും 1ൻ്റെയും 15ൻ്റെയും ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്നതാണ്. ആൻഡ് എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. LCM ഓഫ് AC പ്ലസ് LCM ഓഫ് BC ഡിവൈഡഡ് ബൈ A പ്ലസ് B എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 26C ഡിവൈഡഡ് ബൈ 27 ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി നോക്കാം. നമുക്കറിയാം LCM ഓഫ് AC ഉണ്ട് അവിടെ. ഓക്കെ, സോ LCM ഓഫ് AC ആണ് ഫസ്റ്റ് ഉള്ളത്. നമുക്കറിയാം LCM ഇൻറ്റു HCF നമ്മൾ ചെയ്യുമ്പോൾ ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് കിട്ടണം. ഓക്കെ, അപ്പോൾ LCM ഓഫ് AC ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ LCMഉം HCF എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുക. LCMൻ്റെയും HCFൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണത്. സോ HCF ഓഫ് AC ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? A ഇൻറ്റു C എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഞാൻ ചെയ്യാണ് എന്ത് LCM ഓഫ് B, C ഇൻറ്റു HCF ഓഫ് B, C ഞാൻ ചെയ്താലും എനിക്ക് എന്ത് കിട്ടണം? B ഇൻറ്റു C എന്ന് കിട്ടണം. ക്ലിയർ? സോ ഹിയർ ഇനി നമുക്ക് പറയാൻ പറ്റും LCM ഓഫ് A, C ഈക്വൽ ടു A ഇൻറ്റു C ഡിവൈഡഡ് ബൈ HCF ഓഫ് A, C എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഒന്നുമില്ല, ഈ HCFനെ ഞാനിവിടെ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ പറയാൻ പറ്റും LCM ഓഫ് B, C എന്ന് പറയുന്നത് എന്തായിരിക്കും? B ഇൻറ്റു C ഡിവൈഡഡ് ബൈ HCF ഓഫ് B, C. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ A ഇൻറ്റു C ഡിവൈഡഡ് ബൈ HCF ഓഫ് A ഇൻറ്റു Cനെ ഞാൻ H1 എന്നെടുത്തു. ഓക്കെ, HCF ഓഫ് A ഇൻറ്റു Cനെ ഞാൻ H1 എന്നെടുക്കുന്നു. LCM ഓഫ് A, C. അതേപോലെ ഇവിടെ HCF ഓഫ് BCനെ ഞാൻ H2 എന്നും എടുത്തു. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ചെയ്തത് H1 എന്ന് പറയുന്നത് എന്താ? H1 ഈസ് ഈക്വൽ ടു HCF ഓഫ് A, C. H2 എന്ന് പറഞ്ഞാൽ HCF ഓഫ് B, C ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. LCM ഓഫ് AC നമുക്ക് കിട്ടി, LCM ഓഫ് BCയും ഞാൻ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്തായിട്ട് മാറും? LCM ഓഫ് ACക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? A ഇൻറ്റു C ഡിവൈഡഡ് ബൈ H1 പ്ലസ് LCM ഓഫ് BCക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? B ഇൻറ്റു C ഡിവൈഡഡ് ബൈ H2. ഇനി അവിടെ എന്തുണ്ട്? ഒരു ഡിവൈഡഡ് ബൈ A പ്ലസ് B ഇല്ലേ? ആ A പ്ലസ് ബീനെ ഞാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന A പ്ലസ് ബീനെ ഇപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഇൻറ്റു A പ്ലസ് ബി ആവും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 26C ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു അവിടെ എന്തുണ്ട്? ഒരു A പ്ലസ് ബി ഉണ്ട്. ക്ലിയർ? ഇതിനി എന്തായിട്ട് മാറും? ദിസ് വിൽ ബിക്കം A ഇൻറ്റു C. ഇവിടെ എല്ലാ ടേമും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേമിൽ എല്ലായിടത്തും C ഉണ്ട്. അപ്പോൾ C എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? C ഞാൻ ഇവിടുന്നും 3 ഭാഗത്തുനിന്ന്, അതായത് ഈക്വൽ സൈഡിൻ്റെ 2 സൈഡിലും C ഉണ്ട്. C 2 സൈഡിൽ നിന്നും ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ ദി ഇക്വേഷൻ എങ്ങനെ ആയി മാറും? ഇനി എന്ത് ചെയ്യാം? ഈ 27നെ ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 27 ഞാൻ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു A ബൈ H1 പ്ലസ് B ബൈ H2 ഈക്വൽ ടു എന്തെന്ന് വരും? 26 ഇൻറ്റു A പ്ലസ് B എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 27 A by H1 plus
27B/H2 is equal to 26A plus 26B എന്ന് പറയാം. ഓക്കെ, അത് തന്നെയല്ല ഇത് ഇതിനൊന്ന് മാറ്റി എഴുതിയതാണ്. 27A/H1 27B/H2 വരും ഇസ് ഈക്വൽ ടു 26A plus 26B എന്ന് വരും. ഓക്കെ, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. 27A ഉള്ള ടേംസൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് എടുത്തു. അപ്പോൾ 27 ഇൻറ്റു A/H1 മൈനസ് 26A ഇസ് ഈക്വൽ ടു 26B മൈനസ് 27B/H2 എന്ന് വരും. ഓക്കെ, ഓർ ദിസ് വിൽ ബിക്കം 27 A ഞാൻ കോമൺ ആക്കിയിട്ട് എടുത്താൽ 27/H1 മൈനസ് 26 ഈക്വൽ ടു B ഇവിടെ ഞാൻ കോമൺ ആക്കിയിട്ട് എടുക്കും 26 മൈനസ് 27 ഡിവൈഡഡ് ബൈ H2 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ ഒരു ABC എന്നുള്ള ഓർഡർ ട്രിപ്ലറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇവിടെ നമുക്കറിയാം 27, അതായത് എയും ബിയും സിയും എല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഇവിടെ പോസിറ്റീവാണ്, ബിയും പോസിറ്റീവ് ഇൻറ്റിജറാണ്. അഗെയിൻ H1ഉം H2ഉം എന്തായാലും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, കാരണം HCF ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ എന്താണ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്താവണം, ഈ ഒരു സൈഡും ഒന്നെങ്കിൽ പോസിറ്റീവ് ആവണം, ഒന്നെങ്കിൽ രണ്ട് സൈഡും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ട് സൈഡും നെഗറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എയും ബിയും എന്തായാലും പോസിറ്റീവ് ആണ്. എയും ബിയും പോസിറ്റീവായ സ്ഥിതിക്ക് ഈ ഒരു ടേം പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ടേം എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു ടേം നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കണം, ഈ ടേമും നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ടോട്ടലായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കണം, ഈ ഒരു ടേം പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ടേമും പോസിറ്റീവ് ആയിരിക്കണം. ഓർ ഇഫ് ദിസ് ഈസ് നെഗറ്റീവ്, ഈ ഒരു ടേമും നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് രണ്ട് കേസസ്. ഈ രണ്ട് കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദിസ് ഇസ് കേസ് 1, ദിസ് ഇസ് കേസ് 2. ഓക്കെ, ഈ രണ്ട് കേസിലും നമുക്ക് എത്ര ഓർഡേഡ് ട്രിപ്ലറ്റ്സ് ABC എന്ന് പറയുന്ന ഓർഡേഡ് ട്രിപ്ലറ്റ്സ് നമുക്ക് കിട്ടണം, എത്ര എണ്ണം അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് രണ്ട് കേസിലും നമുക്ക് ചെക്ക് ചെയ്യണം. ABC എന്ന് പറഞ്ഞ ഓർഡേഡ് ട്രിപ്ലറ്റ്സ് എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ കേസ് 1 കൺസിഡർ ചെയ്യും. സോ ഐ എം ടേക്കിംഗ് കേസ് 1. കേസ് 1ൽ രണ്ട് സൈഡും പോസിറ്റീവാണ്. അതായത് 27/H1 മൈനസ് 26, ഈ ഒരു ഭാഗം എന്താ പോസിറ്റീവാണ് അല്ലേ? ഈ ഒരു ഭാഗം പോസിറ്റീവാന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ എന്താണ് കോമ എനിക്ക് പറയാൻ പറ്റും 26 മൈനസ് 27 ഡിവൈഡഡ് ബൈ H2, അതായത് ഈ ഒരു പാർട്ടും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, 27/H1 ഈസ് ഗ്രേറ്റർ ദാൻ 0, or I can say 27/H1 ഗ്രേറ്റർ ദാൻ 26 എന്ന് കിട്ടും. ഓർ എനിക്ക് പറയാൻ പറ്റും ഈ രണ്ട് സൈഡും H1 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്, H1 പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇനീക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും വരില്ല. സോ 27/26 ഗ്രേറ്റർ ദാൻ H1 എന്ന് വരും. ഓക്കെ, അതായത് H1 ലെസ് ദാൻ 27/26 ആണ്. 27/26ൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഈ 27/26ൻ്റെ വാല്യൂ 1 point something ആയിരിക്കും. ഓക്കെ, 1 point something ആയിരിക്കും. അതിനേക്കാളും ലെസ് ആയിരിക്കണം H1 എന്ന് പറയുന്നത്. അപ്പോൾ H1ൻ്റെ വാല്യൂ എത്രയായിരിക്കും? H1 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, 1 point somethingനേക്കാളും ചെറുതായിരിക്കണം H1 എന്ന് പറയുന്നത്. H1 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ H1ൻ്റെ വാല്യൂ ഉറപ്പായിട്ടും ഈ കേസിൽ 1 ആയിരിക്കണം. അപ്പോൾ കേസ് 1ൽ H1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എന്താണ് H1 എന്ന് പറയുന്നത്? H1 എന്ന് പറയുന്നത് HCF ഓഫ് A,C ആണ്. HCF ഓഫ് A,C ആണ് H1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈ കേസിൽ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു കേസ് അടുത്തൊരു ഇത് കൺസിഡർ ചെയ്യണം. 26 മൈനസ് 27/H2, 26 ഈസ് ഗ്രേറ്റർ ദാൻ 27/H2 എന്ന് വരും. ഓക്കെ, അഗെയിൻ ഇവിടെ നമുക്ക് കിട്ടും H2 ഈസ് ഗ്രേറ്റർ ദാൻ 27/26. അഗെയിൻ 27/26ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 point something വരും. ഓക്കെ, അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം H2ൻ്റെ വാല്യൂ. H2 ഒരു ഇൻറ്റിജറുമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും H2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും.
H2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ H1 ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, കേസ് 1ൽ H1 ഉറപ്പായിട്ടും 1 ആണ്. H2ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H2 എന്ന് പറഞ്ഞാൽ HCF ഓഫ് B, C. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് കേസ്, അതായത് ഈ കേസ് 1ൻ്റെ ഒരു സബ് കേസ് ആയിട്ട് ഒരു കേസ് എ നമ്മൾ എടുക്കുകയാണ്. അതായത് H1 ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്. H1 എന്തായാലും 1 തന്നെയാണ്. H2ന് ഞാൻ 2 എന്ന് വാല്യൂ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നത് നോക്കാം. ഓക്കെ, H1 1, H2 2. ഇത് ഞാൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, H1 1 എന്ന് പറഞ്ഞാൽ A × 27/H1 എന്നുള്ളത് A × 27 - 26 which is equal to A. A is equal to B × 26 - 27 divided by 2 എന്ന് വരും. This is equal to B × 2 × 26 എന്ന് പറഞ്ഞാൽ 52 - 27 divided by 2. Or I can say 2A is equal to 52 - 27 എന്ന് പറഞ്ഞാൽ 25 ആണ്. 2A is equal to 25B എന്ന് വരും. ഓക്കെ, 2A is equal to 25B. ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. 2A is equal to 25B. ഇതിൽ ഞാൻ എക്കും ബിക്കും വരെ വാല്യൂസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ബിക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ്. B is equal to 1 എന്ന് കൊടുത്താൽ 2A is equal to എന്തായിരിക്കും? 2A is equal to 25, A is equal to 25/2 എന്ന് വരും. ഓക്കെ, ഇത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ? ഈ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എയും ബിയും സിയും ഒക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് പറ്റില്ല. അപ്പോൾ B is equal to ഇനി ഞാൻ 2 കൊടുക്കുകയാണ്. B 2 കൊടുക്കുമ്പോൾ എനിക്ക് A is equal to എന്തെന്ന് കിട്ടും? ഇതൊക്കെ ഓരോ സബ് കേസസ് ആണ്, ഇതിൻ്റെ തന്നെ സബ് കേസസ് ആണ്. B is equal to 2 കൊടുത്താൽ A is equal to എന്താന്ന് കിട്ടും? A is equal to B is equal to 2 കൊടുത്താൽ A is equal to 2A is equal to 50 എന്ന് വരും. ഓക്കെ, 2A is equal to 50 എന്ന് വരും. A is equal to 25 എന്ന് വരും. A is equal to 25 എന്ന് വരും. അപ്പോൾ ഇനി ഈ ഒരു കേസ് നമുക്ക് നോക്കാം. B2 A 25, B equal to 2 ആണ്, A 25 ആണെങ്കിൽ H1 എന്ന് പറഞ്ഞാൽ എന്താ? H1 എന്ന് പറഞ്ഞാൽ HCF ഓഫ് A, C ആണ്. H2 എന്ന് പറഞ്ഞാൽ HCF ഓഫ് B, C ആണ്. ഓക്കെ, അപ്പോൾ B2 A 25 ആണെങ്കിൽ സിക്ക് നമുക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും? C ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും? ഈ ഒരു കേസ് പോസിബിൾ ആണ്. കാരണം B2 ആണ്, A 25 ആണ്, രണ്ടും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സിക്ക് നമുക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും? അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഈ ബിയും സിയും തമ്മിലുള്ള അല്ലെങ്കിൽ എയും സിയും തമ്മിലുള്ള HCF ആണ് ഇവിടെ തന്നിട്ടുള്ള 1 എന്ന്. എയും സിയും തമ്മിലുള്ള HCF ആണ് 1 എന്ന് തന്നിട്ടുള്ളത്. അതായത് എയും സിയും തമ്മിലുള്ള HCF 1 ആണ്. A 25 ആണെങ്കിൽ 25ഉം സിയും 25 എന്ന നമ്പറും C എന്ന നമ്പറും ആയിട്ട് എന്താണ്? HCF 1 ആണ്, മീൻസ് അത് കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ആണ് ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറയാം. പിന്നെ ഏതാ? പിന്നെ B is equal to 2 ഉണ്ട്. B is equal to 2 ആണ്. HCF ഓഫ് ബിയും സിയും 2 ആണ്. B 2 ആണ്. പിന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് B ആൻഡ് C എന്ന് പറയുന്നത് ഓൾസോ 2 ആണ്. അപ്പോൾ സിക്ക് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 2ൻ്റെ മൾട്ടിപ്പിൾസ് അവിടെ പോസിബിൾ ആയിരിക്കും. 2, 4, 6, 8 അങ്ങനെ പോകുന്ന. പിന്നെ 10 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? 10 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം 10 നമ്മൾ എടുക്കുമ്പോൾ 10 സിക്ക് നമ്മൾ 10 എടുത്താൽ 10ഉം 25ഉം നമ്മൾ ചെക്ക് ചെയ്യണം. C is equal to 10 എടുക്കുകയാണെങ്കിൽ 10ഉം 25ഉം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ രണ്ടിലും 5 എന്ന ഫാക്ടർ വരുന്നുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയ്ക്കും സിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ഉള്ളൂ. അപ്പോൾ 10 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 5ൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് വരുന്നത് 12 ആയിരിക്കും, 14 ആയിരിക്കും, അങ്ങനെ പോകും. 20 വരില്ല, അതേപോലെ 30 വരില്ല, 40 വരില്ല, 15 വരില്ല. ഓക്കെ, സോ ടോട്ടൽ ഓഫ് 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ടോട്ടൽ 15ൻ്റെ ഉള്ളിൽ വരണം അല്ലേ? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ എന്താണ്? 1ൻ്റെയും 15ൻ്റെയും ഇടയിലാണ്. സോ ടോട്ടൽ 15ൻ്റെ ഉള്ളിൽ വരണം. ആൻഡ് എന്താണ് ടോട്ടൽ ഓഫ് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ടോട്ടൽ ഒരു 25 നമ്പേഴ്സ് എന്തുണ്ടാവും? 2ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാവും. അതിൽ നമ്മൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഒഴിവാക്കുകയാണ്. കാരണം HCF അവിടെ 1 വരണം, എയും സിയും തമ്മിലുള്ള HCF 1 വരണം. സോ 5ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി എത്ര ഉണ്ടാവും? 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 5 ഒന്നും ഓൾറെഡി ഇതിലില്ല, കാരണം ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇല്ല. ബാക്കിയുള്ളത് 10, 20, 30, 40, 50 അങ്ങനെ 5 നമ്പേഴ്സ് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ 25 എന്ന് 5 നമ്പേഴ്സ് ഒഴിവാക്കിയാൽ ബാക്കി 20 നമ്പേഴ്സ് ഇവിടെ എന്താണ്? സിക്ക് പോസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, സിക്ക് ബാക്കിയുള്ള 20 നമ്പേഴ്സ് ഇവിടെ പോസിബിൾ ആണ്. ഇപ്പോൾ ഏത് കേസാണ്? നമ്മൾ കേസ് 1ൽ സബ് കേസ് ആയിട്ടുള്ള
ഈ ഒരു എ കേസിൽ H1 1 കൊടുത്തു, H2 2 കൊടുത്തു. ഓക്കെ, അതിൽ നമ്മൾ ബി എന്നുള്ളതിന് 2 എന്ന വാല്യൂം എ എന്നുള്ളതിന് 25 എന്നുള്ള വാല്യൂം കൊടുക്കുമ്പോൾ 20 വാല്യൂസ് ഫോർ സി പോസിബിൾ ആണ്. ഓക്കെ, അതായത് 20 ഓർഡേഡ് പെയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ABC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓർഡേഡ് ട്രിപ്പിളറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ 20 എണ്ണം ഉണ്ടാക്കാം ഈ ഒരു കേസിൽ മാത്രം. ഇനി നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ബിക്ക് 3, നമ്മളിപ്പോൾ B1 B2 ചെയ്ത് ഇനി ബിക്ക് 3 കൊടുത്തു നോക്കാം. B = 3 നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? ബിക്ക് 3 കൊടുത്താൽ A = 2A = എത്രയായിരിക്കും? 75. A = 75/2. ഇതും പോസിബിൾ അല്ല, കാരണം എക്ക് നമുക്ക് ഇൻറ്റിജർ കിട്ടണം. നെക്സ്റ്റ് B = 4 കൊടുത്തു നോക്ക്. B = 4 കൊടുക്കുകയാണെങ്കിൽ 2A = 100 എന്ന് കിട്ടും. അപ്പോൾ A = 50 എന്ന് കിട്ടും. ഓക്കെ, A = 50 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ പോസിബിൾ ആണ് അല്ലേ, ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് പോസിബിൾ ആണ്, സിക്ക് വാല്യൂ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. B = 4ഉം A = 50 ആണെങ്കിൽ എയും സിയും തമ്മിലുള്ള HCF 1 ആണ്. എയും സിയും തമ്മിലുള്ള HCF 1 ആകുമ്പോൾ ആ ഒരു സി എന്നുള്ള നമ്പറും 50 എന്നുള്ള നമ്പറും തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ബിയും സിയും തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ B4ഉം ബിയും സിയും തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2 ആണെങ്കിൽ ബിയിലും സിയിലും എന്തുണ്ട്? 2 ഫാക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ സി എന്താണ്? ഒരു മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 2 ആണ് അല്ലേ? ഈ ഒരു കേസ് കൺസിഡർ ചെയ്താൽ B = 4, B = 4ഉം H2 HCF of B and C 2 എന്ന് പറഞ്ഞാൽ C ഒരു മൾട്ടിപ്പിൾ ഓഫ് 2 ആണെന്ന് പറയാം. പക്ഷേ ഈ ഒരു കേസ് നോക്ക്, A = 50 ആൻഡ് C എന്നുള്ള വാല്യൂം എയും സിയും തമ്മിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. സോ അവിടെ C ഒരു 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെയും 2 വരണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും C ഒരു നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഓക്കെ, നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും എന്താണ്? കോൺട്രഡിക്റ്ററി ആണ് അല്ലേ? രണ്ടും കോൺട്രഡിക്റ്ററി ആണ്. അതായത് B = 4ഉം A = 50 നമ്മൾ കൊടുക്കുമ്പോൾ സിക്ക് മൾട്ടിപ്പിൾ ഓഫ് 2 ആവാനും മൾട്ടിപ്പിൾ ഓഫ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആവാനും രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. സോ രണ്ടും കോൺട്രഡിക്റ്ററി ആയതുകൊണ്ട് ഈ ഒരു കേസും ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, സോ ഈ ഒരു കേസും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ബിക്ക് നിങ്ങൾ എത്ര കൊടുക്കണം? ബിക്ക് 5 കൊടുക്കുമ്പോൾ എത്ര വരും? 2A = 125. ആ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം A ഇൻറ്റിജർ ആവില്ല. ഇനി ബിക്ക് 6 കൊടുത്തു നോക്ക്. B = 6 കൊടുക്കുകയാണെങ്കിൽ B = 6 കൊടുത്താൽ A = എത്ര വരും? 2A = 150 എന്ന് വരും. A = 75 എന്ന് വരും. ഓക്കെ, A = 75 എന്ന കേസും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ വാല്യൂ 50 ഓർ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 15നേക്കാൾ താഴെ ആയിരിക്കണം. അപ്പോൾ ഇനി ഈ ഒരു കേസ് നോക്കണ്ട, ഇനി അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ് അല്ലേ? ബിക്ക് ഇനി വാല്യൂസ് നമ്മൾ കൂടുതൽ വാല്യൂസ് കൊടുക്കും തോറും എൻ്റെ വാല്യൂസും ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ ഇനി ഈ ഒരു കേസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഓഫ് എത്രയാണ്? ടോട്ടൽ ഓഫ് 20 ആണ് ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. ഇവിടെ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു കേസ് 1 എന്ന് സബ് കേസ് ആയിട്ടുള്ള ഇതിൽ നിന്ന് ടോട്ടൽ ഓഫ് 20 വാല്യൂസ് കിട്ടി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ H1 എന്തായാലും 1 ആണ്. H2 നമ്മൾ 2 കൊടുത്തപ്പോഴുള്ള കേസാണ് ഇത് മുഴുവൻ പറഞ്ഞത്. ഓക്കെ, ഇനി H2 3 ആവാലോ വേണമെങ്കിൽ. H2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ H2 ആണെങ്കിൽ 3 ആവാം. അപ്പോൾ അടുത്തൊരു സബ് കേസ് നമുക്ക് അടുത്തൊരു B എന്നുള്ള സബ് കേസ് നോക്കാം. B എന്നുള്ള സബ് കേസ് H1 എന്തായാലും 1 തന്നെയാണ്, H2 = ഈ ഒരു കേസിൽ നമ്മൾ 3 എന്നെടുത്തു. H2 3, അതായത് HCF ഓഫ് A, C എന്ന് പറയുന്നത് 1 ആണ്. HCF ഓഫ് B, C എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. H1 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ A = B × 26 - 27/3 എന്ന് വരും. ഓക്കെ, A = B × 26 - 27/3 അല്ലേ? യെസ്. അപ്പം എന്ത് വരും? A = B × 27/3 നമുക്കറിയാം 9 ആണ്. സോ B × 26 - 9. സോ വി ക്യാൻ സേ A = 26 - 9 നമ്മൾ ചെയ്യുമ്പോൾ 17B എന്ന് വരും. A = 17B. അപ്പോൾ ഈ ഒരു കേസിൽ ഇനി ഞാൻ എക്കും ബിക്കും വാല്യൂസ് കൊടുക്കുകയാണ്. ബിക്ക് ഞാൻ സപ്പോസ് 1 കൊടുത്തു എന്ന് വിചാരിക്കാം. ബിക്ക് ഞാൻ 1 കൊടുത്താൽ
എക്ക് എന്ത് കിട്ടും? A17 എന്ന് കിട്ടും. B1 കൊടുത്താൽ A17 എന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ നോക്ക് HCF ഓഫ് B ആൻഡ് C എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. HCF ഓഫ് B ആൻഡ് C 3 ആണെന്ന് പറയണമെങ്കിൽ ബീൻ്റെ വാല്യൂ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 3 ആവണ്ടേ? ഓക്കെ, ബീൻ്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് 3 ആവണം. സോ ഐ ആം ടേക്കിംഗ് ഈ ഒരു കേസിൽ B3യിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ A = എത്ര വരും? 51 എന്ന് വരും. A = 3 × 17 വരും, വിച്ച് ഈസ് 51. നമുക്ക് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ വാല്യൂ 50 ഈക്വലോ അല്ലെങ്കിൽ 15ക്ക് താഴെയോ വരണം. സോ ഈ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി B നിങ്ങൾ 4 കൊടുത്ത് നോക്ക്. B 4 കൊടുത്താൽ എന്ത് വരും? എൻ്റെ വാല്യൂ എത്ര വരും? 68 വരും. ഇതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കേസിൽ നിങ്ങൾ ബിക്ക് എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് കാര്യമല്ല. ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, കാരണം എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50 ആയിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി H2 3 കൊടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇനി H2ന് 4 കൊടുത്താലോ? H2ന് 4 കൊടുത്താൽ എൻ്റെ വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്തു പോകും. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നോക്കണ്ട. അപ്പോൾ കേസ് 1 അവസാനിച്ചു. കേസ് 1ൽ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 20 നമ്പർ ഓഫ് ഓർഡേഡ് പെയർസ് ആണ്, ഓർഡേഡ് ട്രിപ്ലറ്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി കേസ് 2 ഉണ്ട്. കേസ് 2 ബാക്കിയുണ്ട്. കേസ് 2 ഞാൻ നോക്കുകയാണെങ്കിൽ കേസ് 2 നമ്മൾ എന്താ പറഞ്ഞത്? കേസ് 1 പറഞ്ഞത് രണ്ടും പോസിറ്റീവായിട്ട് അല്ലേ? ഈ രണ്ട് സംഭവം പോസിറ്റീവ് ആയതാണ് കേസ് 2. കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞാൽ രണ്ടും നെഗറ്റീവ്. അതായത് 27/H1 - 26. 27/H1 - 26 <0 ആയിരിക്കണം. അതേപോലെ തന്നെ 26 - 27/H2 ഇതും <0 ആയിരിക്കണം. അതാണ് കേസ് 2. ഇതിൽ എത്ര കേസസ് നമുക്ക് വരുന്നുണ്ട് നോക്കാം. 27/H1 <26 എന്ന് വരും. ഓർ ഐ ക്യാൻ സേ H1 ഈസ് ഗ്രേറ്റർ ദാൻ 27/26. ഓക്കെ, ഇവിടെയാണെങ്കിൽ 26 < 27/H2 or I can say H2 < 27/26. ഈ ഒരു കേസ് നോക്ക്. ഇവിടെ H1 ഗ്രേറ്റർ ദാൻ 27/26 എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ്ങിനേക്കാളും H1 ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അതായത് H1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. H1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ഒരു കേസിൽ H2 = 1 എന്ന് കിട്ടും. കാരണം എന്താ? H ഇൻറ്റിജർ ആണ്. അതേപോലെ 27/26 എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ H2 1 എന്ന് കിട്ടി. ഇതേ സെയിം പോലെ തന്നെയല്ല നമുക്ക് വന്ന നേരെ ഇവിടെ നേരത്തെ കേസിൽ H1 നമ്മൾക്ക് 1 കിട്ടി. H1 എന്തായാലും 1 ആണ് കിട്ടി. H2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ H1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, H2 = 1 എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ അതേ സെയിം കേസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ബാക്കി ആൻസർ വരുന്നതൊക്കെ സെയിം ഇതിലായിരിക്കും. ഇവിടെയും നമുക്ക് അതേപോലെ അങ്ങനെയാണെങ്കിൽ 20 കേസസ് കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു സബ് കേസ് എടുക്കുകയാണ്. H2 എന്തായാലും 1 ആണ്. H1 = 2 കൊടുത്തു. H2 = 1. ഇങ്ങനെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ 27 ഇക്വേഷൻ എന്തായിട്ട് മാറും? ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇതേപോലെ ആവും. 27/2 ഇതെങ്ങനെ വരും? ഹിയർ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2b = 25a എന്ന് വരും. ഓക്കെ, നേരത്തെ കേസിൽ നമുക്ക് കിട്ടിയത് 2a = 25b ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 2b = 25a എന്ന് വരും. ഓക്കെ, ഇതിൽ നമ്മളിനി എക്കും ബിക്കും വാല്യൂസ് ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ അതേ സെയിം പോലെ തന്നെ നമുക്ക് വരും. ഇവിടെയും നമുക്ക് ഫസ്റ്റ് കേസിൽ എത്ര എണ്ണം കിട്ടും? ഈ ഫസ്റ്റ് 25. ഇവിടെ നമ്മൾ ബിക്ക് 2 make 25 എന്നും കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എണ്ണം അവിടെയും കിട്ടും. സോ ഇവിടെ നമുക്ക് 20 നമ്പർ ഓഫ് ഓർഡേഡ് ട്രിപ്ലറ്റ്സ് ഇവിടെയും കിട്ടും. ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് പെയർസ് ഒന്നും കിട്ടില്ല. സോ ഇവിടെ നിന്നും 20 കിട്ടും, മുന്നത്തെ കേസിലും 20 കിട്ടും. അപ്പോൾ ടോട്ടൽ ഓഫ് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ഓഫ് 40 ഇങ്ങനത്തെ ട്രിപ്ലറ്റ്സ് നമുക്ക് കിട്ടും. അതാണ്. അപ്പോൾ 40 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.